ദൈവനാമത്തിന് മഹത്വം. സിയോന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാം യെശയ്യാവിൻ്റെ പ്രവചനത്തെ ആസ്പദമാക്കി തയ്യാറാക്കിയിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. നമുക്ക് വേണ്ടി ഈ ചോദ്യങ്ങളൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത് ബ്രദർ ജോസഫ് തോമസ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, എന്തിനെയാണ് കയററ്റുപോകാത്ത കൂടാരമായി കാണാൻ കഴിയുന്നത്? ഉത്തരം, യെരൂശലേമിനെ. യെശയ്യാവിൻ്റെ പ്രവചനം 33-ാം അധ്യായം 20-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഞങ്ങളെ ദൃഢമാക്കുവാൻ യെരൂശലേമിലുള്ള ഭവനങ്ങളെ ഇടിച്ചു കളഞ്ഞു. ഞങ്ങൾ ആരാണ്? ഉത്തരം, മതിലുകൾ. യെശയ്യാവിൻ്റെ പ്രവചനം 22-ാം അധ്യായം 10-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ആരൊക്കെയാണ് താന്താങ്ങളുടെ കർമ്മഫലം അനുഭവിക്കുന്നത്? ഉത്തരം, നീതിമാനും ദുഷ്ടനും. 3-ാം അധ്യായം 10, 11 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ഏക മനുഷ്യനാൽ ഭയപ്പെടുന്ന ജനങ്ങളുടെ സംഖ്യ എത്രയാണ്? ഉത്തരം, 1000. 30-ാം അധ്യായം 17-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഒരു പ്രദേശവാസികൾ ഓട്ടത്തിന് തയ്യാറെടുപ്പ് നടത്തുമ്പോൾ മറ്റൊരു ദേശക്കാർ ഓടിക്കഴിഞ്ഞു. ആരാണ് തയ്യാറെടുപ്പ് നടത്തിയവർ? ഉത്തരം, ഗബീം നിവാസികൾ. 10-ാം അധ്യായം 31-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഒരു രാജാവിനെ സ്വീകരിക്കുവാൻ നീർച്ചാലിലേക്ക് അയക്കപ്പെട്ട അപ്പനും മകനും ആരൊക്കെയാണ്? ഉത്തരം, യെശയ്യാവും മകനായ ശെയാർയാശൂബും. 7-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം, അഹങ്കാര കിരീടം ധരിച്ചിരുന്ന മദ്യപന്മാർ എവിടെയുള്ളവരായിരുന്നു? ഉത്തരം, എഫ്രയീമിൽ. 28-ാം അധ്യായം 1-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഏതവസ്ഥയിൽ കഴിഞ്ഞ ദേശത്തിനാണ് കാഴ്ചയ്ക്ക് മങ്ങൽ നിലനിൽക്കാത്തത്? ഉത്തരം, കഷ്ടതയിൽ. 9-ാം അധ്യായം 1-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യഹോവയുടെ വിധിദണ്ഡനത്തിനൊപ്പം ചില സംഗീതോപകരണങ്ങളുടെ സ്വരം ഉയരും. സംഗീതോപകരണങ്ങൾ ഏതെല്ലാമാണ്? ഉത്തരം, തപ്പും കിന്നരവും. 30-ാം അധ്യായം 32-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, സ്വന്തം സഹോദരന്മാരോടും സ്വന്തം സ്നേഹിതന്മാരോടും പടവെട്ടുന്നത് ആരാണ്? ഉത്തരം, മിസ്രയീമ്യർ. 19-ാം അധ്യായം 2-ാം വാക്യം. അടുത്ത ചോദ്യം, അനീതിയില്ലാത്ത ജാതി കടന്നു വരുവാൻ എന്താണ് തുറന്നു കൊടുക്കേണ്ടത്? ഉത്തരം, വാതിലുകൾ. 26-ാം അധ്യായം 2-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യഹോവയുടെ പരിജ്ഞാനം കൊണ്ട് സമ്പൂർണമായിരിക്കുന്നത് എന്താണ്? ഉത്തരം, ഭൂമി. 11-ാം അധ്യായം 9-ാം വാക്യം. അടുത്ത ചോദ്യം, യഹോവയുടെ മേഘനാദം എങ്ങനെയുള്ളതാണ്? ഉത്തരം, മഹത്വമുള്ളത്. 30-ാം അധ്യായം 30-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, കഠിനമായ വേദന നിമിത്തം കേൾവിക്ക് തടസ്സമുണ്ടായ വ്യക്തി ആരാണ്? ഉത്തരം, യെശയ്യാവ്. 21-ാം അധ്യായം 3-ാം വാക്യം. അടുത്ത ചോദ്യം, ഇവിടെയുള്ള പഞ്ചനഗരങ്ങളാണ് കനാൻ ഭാഷ സംസാരിക്കുകയും യഹോവയോട് ശപഥം നടത്തുകയും ചെയ്തത്? ഉത്തരം, മിസ്രയീം ദേശത്ത്. 19-ാം അധ്യായം 18-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, വളർത്തു മൃഗങ്ങൾക്ക് വിശ്രമ സ്ഥലമായിരിക്കുന്ന
താഴ്വര ഏതാണ്? ഉത്തരം ആഖോർ താഴ്വര. 65 അധ്യായം 10 വാക്യം. അടുത്ത ചോദ്യം, ഉണങ്ങിയ മരമെന്ന് ആരാണ് തന്നെത്താൻ പറയാതിരിക്കേണ്ടത്? ഉത്തരം ഷണ്ണൻ. 56 അധ്യായം 3 വാക്യം. അടുത്ത ചോദ്യം, തിർക്കാഹ എവിടുത്തെ രാജാവായിരുന്നു? ഉത്തരം കൂശിലെ. 37 അധ്യായം 9 വാക്യം. അടുത്ത ചോദ്യം, തങ്ങൾ വിശുദ്ധ നഗരമാണെന്ന് സ്വയം പറയുന്നത് ആരാണ്? ഉത്തരം യാക്കോബ് ഗ്രഹം. 48 അധ്യായം 2 വാക്യം. അടുത്ത ചോദ്യം, എവിടെയുള്ള നാൽക്കാലികളാണ് ഹോമയാഗത്തിന് തികയാതെ വരുന്നത്? ഉത്തരം ലെബാനോനിലെ. 40 അധ്യായം 16 വാക്യം. അടുത്ത ചോദ്യം, യഹോവ ഒലിവ് വൃക്ഷം നടുന്നത് എവിടെയാണ്? ഉത്തരം മരുഭൂമിയിൽ. 41 അധ്യായം 19 വാക്യം. അടുത്ത ചോദ്യം, അനർത്ഥം സംഭവിക്കുന്നതിന് മുൻപ് ആരാണ് മാറ്റപ്പെട്ടു പോകുന്നത്? ഉത്തരം നീതിമാൻ. 57 അധ്യായം 1 വാക്യം. അടുത്ത ചോദ്യം, കിഴക്ക് നിന്നും യഹോവ എഴുന്നേൽപ്പിച്ച വ്യക്തി യഹോവയുടെ നാമത്തെ എന്തു ചെയ്യും? ഉത്തരം ആരാധിക്കും. 41 അധ്യായം 25 വാക്യം. അടുത്ത ചോദ്യം, ഒരു തരി മണൽ പോലെ യഹോവ എന്തിനെയാണ് എടുത്ത് ഉയർത്തിയത്? ഉത്തരം ദ്വീപുകളെ. യെശയ്യാവിന്റെ പ്രവചനം 40 അധ്യായം 15 വാക്യം. അടുത്ത ചോദ്യം, പഴയ വസ്ത്രം പോലെയാകുന്ന ഭൂമിയിലെ നിവാസികൾക്ക് എന്ത് സംഭവിക്കും? ഉത്തരം കൊതുക് പോലെ ചത്തുപോകും. 51 അധ്യായം 6 വാക്യം. അടുത്ത ചോദ്യം, ഇസ്രയേൽ ഗ്രഹം എന്തു ചെയ്തതുകൊണ്ടാണ് യഹോവയുടെ പരിശുദ്ധാത്മാവ് ദുഃഖിക്കുവാൻ കാരണമായത്? ഉത്തരം മത്സരിച്ചതുകൊണ്ട്. 63 അധ്യായം 10 വാക്യം. അടുത്ത ചോദ്യം, ഇസ്രയേൽ സന്തതികളായ എല്ലാവരും ആരിലാണ് നീതീകരിക്കപ്പെട്ട് പുകഴുന്നത്? ഉത്തരം യഹോവയിൽ. 45 അധ്യായം 25 വാക്യം. അടുത്ത ചോദ്യം, ശുദ്ധിയുള്ള പാത്രങ്ങളിൽ ആരാണ് യഹോവയുടെ ആലയത്തിൽ വഴിപാട് കൊണ്ടുവരുന്നത്? ഉത്തരം ഇസ്രയേൽ മക്കൾ. 66 അധ്യായം 20 വാക്യം. അടുത്ത ചോദ്യം, ആരൊക്കെയാണ് ഇല പൊഴിക്കുന്നത്? ഉത്തരം ബാശാനും കർമ്മേലും. 33 അധ്യായം 9 വാക്യം. അടുത്ത ചോദ്യം, ആർക്ക് സമാധാനമില്ലെന്നാണ് യഹോവയായ ദൈവം അരുളി ചെയ്തത്? ഉത്തരം ദുഷ്ടന്മാർക്ക്. 48 അധ്യായം 22 വാക്യം. അടുത്ത ചോദ്യം, യെരൂശലേമിൽ ജീവനുള്ളവരുടെ കൂട്ടത്തിൽ പേരെഴുതിയിരിക്കുന്നവൻ ആരെന്ന് വിളിക്കപ്പെടും? ഉത്തരം വിശുദ്ധൻ. 4 അധ്യായം 4 വാക്യം. അടുത്ത ചോദ്യം, ആരെയാണ് യഹോവ അടിച്ചിട്ട് വീണ്ടും സൗഖ്യമാക്കുന്നത്? ഉത്തരം മിസ്രയീമിനെ. 19 അധ്യായം 22 വാക്യം. അടുത്ത ചോദ്യം, യഹോവ വേഗതയുള്ള മേഘത്തെ വാഹനമാക്കി മിസ്രയീമിലേക്ക് വരുമ്പോൾ ആരുടെ ഹൃദയമാണ് ഉള്ളിൽ ഉരുകുന്നത്? ഉത്തരം മിസ്രയീമിൻ്റെ. 19 അധ്യായം 1 വാക്യം.
അടുത്ത ചോദ്യം, എന്തിനെയാണ് യഹോവ അശ്ശൂർ ദേശത്ത് നിന്ന് ചൂളകുത്തി വിളിക്കുന്നത്? ഉത്തരം തേനീച്ചയെ. യെശയ്യാവിൻ്റെ പ്രവചനം 7-ാം അധ്യായം 18-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ആരെയാണ് യഹോവ യെരൂശലേം നിവാസികൾക്കും യഹൂദ ഗൃഹത്തിനും അപ്പനാക്കി വയ്ക്കുന്നത്? ഉത്തരം ഹിൽക്കിയാവിൻ്റെ മകൻ എല്യാക്കീമിനെ. 22-ാം അധ്യായം 20-21 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, മിസ്രയീം ദേശത്തുള്ള എത്ര പട്ടണങ്ങളാണ് കനാൻ ഭാഷ സംസാരിച്ച് സൈന്യങ്ങളുടെ യഹോവയോട് സത്യം ചെയ്യുന്നത്? ഉത്തരം 5. യെശയ്യാവിൻ്റെ പ്രവചനം 19-ാം അധ്യായം 18-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, പർവ്വതങ്ങളിൽ ബഹുജനത്തിൻ്റെ ഘോഷം പോലെ ആരുടെ ഘോഷമാണ് കേൾക്കുന്നത്? ഉത്തരം പുരുഷാരത്തിൻ്റെ. 13-ാം അധ്യായം 4-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ആർ പട്ടണവും കീർ പട്ടണവും എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഉത്തരം മോബാബിൽ. 15-ാം അധ്യായം 1-ാം വാക്യം. അടുത്ത ചോദ്യം, ഏത് സ്ഥലത്തെ മുന്തിരിവള്ളിയാണ് യെസേർ വരെ നീണ്ട് മരുഭൂമിയോളം പടർന്നിരുന്നത്? ഉത്തരം ശിബ്മയിലെ. 16-ാം അധ്യായം 8-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, കൂലിക്കാരൻ്റെ ആണ്ട് പോലുള്ള ഒരു ആണ്ടിനകം ആരുടെ മഹത്വമാണ് ക്ഷയിച്ചു പോകുന്നത്? ഉത്തരം കേദാരിൻ്റെ. 21-ാം അധ്യായം 16-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യഹോവ ആരെയാണ് അവർ ഘോഷിച്ചുല്ലസിച്ചിരുന്ന കപ്പലുകളിൽ താഴോട്ട് ഓടിക്കുന്നത്? ഉത്തരം കൽദയരെ. യെശയ്യാവിൻ്റെ പ്രവചനം 43-ാം അധ്യായം 14-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഈ അകൃത്യം ഉയർന്ന ചുവരിൽ ഉന്തി നിൽക്കുന്നതും പെട്ടെന്ന് ഒരു മാത്ര കൊണ്ട് വീഴുന്നതുമായ എന്തുപോലെ ആയിരിക്കും? ഉത്തരം ഒരു പൊട്ടൽ പോലെ. 30-ാം അധ്യായം 13-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, പേടി കേട്ട് ഓടിപ്പോകുന്നവൻ എവിടെയാണ് വീഴുന്നത്? ഉത്തരം കുഴിയിൽ. യെശയ്യാവിൻ്റെ പ്രവചനം 24-ാം അധ്യായം 18-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, കൊമ്പുകൾ ഉണങ്ങുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ഉത്തരം ഒടിഞ്ഞു വീഴും. യെശയ്യാവിൻ്റെ പ്രവചനം 27-ാം അധ്യായം 11-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ആരാണ് വൃത്തയന്ത്രം കൊണ്ട് വരയ്ക്കുന്നത്? ഉത്തരം ആശാരി. യെശയ്യാവിൻ്റെ പ്രവചനം 44-ാം അധ്യായം 13-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, അക്ഷരവിദ്യ ഇല്ലാത്തവൻ്റെ കയ്യിൽ പുസ്തകം കൊടുത്തിട്ട് അത് വായിക്കണമെന്ന് പറഞ്ഞാൽ അവൻ്റെ മറുപടി എന്തായിരിക്കും? ഉത്തരം അക്ഷരവിദ്യ ഇല്ല എന്ന്. യെശയ്യാവിൻ്റെ പ്രവചനം 29-ാം അധ്യായം. പുത്രന്മാരാണ് ബാബേൽ രാജാവിൻ്റെ രാജധാനിയിൽ ഷണ്ഡന്മാരായിരിക്കുമെന്ന് യഹോവ അരുളി ചെയ്തത്. ഉത്തരം ഹിസ്കിയാവിൻ്റെ. യെശയ്യാവിൻ്റെ പ്രവചനം 39-ാം അധ്യായം 5-7 വാക്യങ്ങൾ. അടുത്ത ചോദ്യം,
യഹോവയുടെ ന്യായപ്രമാണം അനുസരിക്കാത്ത ആരെയാണ് അവൻ കവർച്ചക്കാർക്ക് ഏൽപ്പിച്ചു കൊടുത്തത്? ഉത്തരം ഇസ്രായേലിനെ. യെശയ്യാവിൻ്റെ പ്രവചനം 42-ാം അധ്യായം 24-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ആരാണ് ഈയക്കോൽ കൊണ്ട് അടയാളമിടുന്നത്? ഉത്തരം ആശാരി. 44-ാം അധ്യായം 13-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, സത്യം എവിടെയാണ് ഇടറുന്നത്? ഉത്തരം വീഥിയിൽ. യെശയ്യാവിൻ്റെ പ്രവചനം 59-ാം അധ്യായം 14-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, അമാവാസി തോറും ശബ്ബത്ത് തോറും സകല ജഡവും എവിടെ നമസ്കരിപ്പാൻ വരുമെന്നാണ് യഹോവ അരുളി ചെയ്തത്? ഉത്തരം യഹോവയുടെ സന്നിധിയിൽ. യെശയ്യാവിൻ്റെ പ്രവചനം 66-ാം അധ്യായം 23-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ആരാണ് ഒരിക്കലും അറിഞ്ഞിട്ടില്ലാത്തത് കാണുകയും ഒരിക്കലും കേട്ടിട്ടില്ലാത്തത് ഗ്രഹിക്കുകയും ചെയ്യുന്നത്? ഉത്തരം രാജാക്കന്മാർ. യെശയ്യാവിൻ്റെ പ്രവചനം 52-ാം അധ്യായം 18-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, യഹോവയിങ്കിലേക്ക് തിരിഞ്ഞ് എന്ത് ചെയ്യുവിൻ എന്നാണ് യഹോവ സകല ഭൂസീമവാസികളുമായുള്ളവരോട് അരുളി ചെയ്തത്? ഉത്തരം രക്ഷപ്പെടുവിൻ. യെശയ്യാവിൻ്റെ പ്രവചനം 45-ാം അധ്യായം 22-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ഞാൻ എന്നേക്കും തമ്പുരാട്ടി ആയിരിക്കുമെന്ന് പറഞ്ഞത് ആരാണ്? ഉത്തരം കൽദയപുത്രി. യെശയ്യാവിൻ്റെ പ്രവചനം 47-ാം അധ്യായം 5, 7 വാക്യങ്ങൾ. അടുത്ത ചോദ്യം, ആരാണ് സത്യത്തോടും നീതിയോടും കൂടെ അല്ലെങ്കിലും ഇസ്രായേലിൻ്റെ ദൈവത്തെ കീർത്തിക്കുന്നത്? ഉത്തരം യാക്കോബ് ഗ്രഹം. യെശയ്യാവിൻ്റെ പ്രവചനം 48-ാം അധ്യായം 1-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, ജാതികൾക്ക് തൻ്റെ കൈ ഉയർത്തുകയും വംശങ്ങൾക്ക് തൻ്റെ കൊടി കാണിക്കുകയും ചെയ്യുന്നത് ആരാണ്? ഉത്തരം യഹോവയായ കർത്താവ്. യെശയ്യാവിൻ്റെ പ്രവചനം 49-ാം അധ്യായം 22-ാമത്തെ വാക്യം. അടുത്ത ചോദ്യം, അവൻ കുണ്ടറയിൽ മരിക്കയില്ല, അവനെ വേഗത്തിൽ അഴിച്ചുവിടും. ആരെയാണ്? ഉത്തരം ബദ്ധനായിരിക്കുന്നവനെ. യെശയ്യാവിൻ്റെ പ്രവചനം 51-ാം അധ്യായം 14-ാമത്തെ വാക്യം. ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. കൂടുതൽ ബൈബിൾ ക്വിസ് ചോദ്യങ്ങൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക.